പൊതുവേ നമ്മളുടെ ചിന്താഗതികൾ എന്നൊക്കെ പറയുമ്പോൾ ഈ ചിന്താഗതികളൊക്കെ ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലേക്ക് എല്ലാം വ്യത്യസ്തമാണ്. എല്ലാവരും വ്യത്യസ്തരാണ്. അവരുടെ ചിന്താഗതികൾ, കാഴ്ചപ്പാടുകൾ എല്ലാം വ്യത്യസ്തമാണ്. ഈ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന് പറയുന്ന ഒരു പദം ഒരു സ്കൂൾ ലെവലിലൊക്കെ പഠിച്ചിരിക്കുന്നവർക്കൊരു ധാരണ ഇതിനെക്കുറിച്ച് കാണും. നമ്മളിപ്പം സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. സൂര്യാസ്തമയത്തിനും സൂര്യ ഉദയം കാണാനായിട്ട് കന്യാകുമാരിയിലും അതുപോലെ തന്നെ മറ്റ് പ്രസിദ്ധമായിരിക്കുന്ന പല ബീച്ചുകളിൽ പോയി ആളുകൾ കാണാറുണ്ട്. അപ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്ന മനോഹരമായിരിക്കുന്ന കാഴ്ച, സന്ധ്യാനേരമാകുമ്പോൾ അങ്ങ് പടിഞ്ഞാറ് കടലിലേക്ക് താഴ്ന്നു പോകുന്ന സൂര്യൻ, ദൈനംദിനം ഇത് കാണുന്നു. നമ്മുടെ എല്ലാം മനസ്സിലും നമ്മുടെ സാധാരണ ഭാഷയിലും ചിന്തയിലുമെല്ലാം സൂര്യോദയം, സൂര്യാസ്തമയം, ഇതെല്ലാം നമ്മുടെ ആ മനസ്സിൽ വളരെ ചിത്രമാണ്. പക്ഷേ നമുക്കറിയാമല്ലോ അല്ലേ, സൂര്യാസ്തമയം എന്ന് പറഞ്ഞോ സൂര്യോദയം എന്ന് പറഞ്ഞോ ഒരു കാര്യമില്ല എന്നുള്ളത്. ഇതെല്ലാം നമ്മളുടെ ധാരണകളാണ്. അതുപോലെ തന്നെ സൂര്യനല്ല ഈ ചലിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചുറ്റും. വാസ്തവത്തിൽ നമ്മുടെ ഭൂമിയാണ് ഈ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്. ഈ നീലാകാശം എന്ന് പറഞ്ഞാൽ അങ്ങനെ നീലയുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അതുപോലെ ആകാശത്തിലേക്ക് നോക്കും, ഇങ്ങനെ ഒരു ഡോം, അങ്ങനെ ഷേപ്പിൽ അങ്ങനെ ഒരു ആകാശമുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന അങ്ങനെ ഒരു ആകാശം തന്നെ അവിടെ ഉണ്ടോ? കടലിലെ വെള്ളം, ബ്ലൂ വാട്ടർ, നീല വെള്ളം, അതൊന്ന് കോരിയെടുത്ത് കയ്യിലൊന്ന് നോക്കിക്കേ, എവിടെ നീല? ഒന്നുമില്ല. ഇതെല്ലാം അപ്പോൾ ഒരു ഇല്യൂഷൻ, ഒപ്റ്റിക്കൽ ഇല്യൂഷൻ, അതായത് നമ്മുടെ കാഴ്ചയിലെ ഒരു മിഥ്യ, കാഴ്ചയിലുള്ള ഒരു മിഥ്യ, ഇറ്റ്സ് എൻ ഇല്യൂഷൻ. വാസ്തവത്തിൽ നമ്മൾ ചിന്താഗതികളെന്നൊക്കെ പറയുന്ന കാര്യങ്ങളും ചില പറയുമല്ലോ, ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല, എൻ്റെ ഉത്തമ ബോധ്യമാണ്. ആരും എന്നോട് പറയാനോ തെളിയിക്കാനോ വരണ്ട. ഐ എം വെരി ഷുവർ അബൌട്ട് ഇറ്റ്. നമുക്ക് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെ ധാരണകളുണ്ട്, എല്ലാ കാര്യത്തെക്കുറിച്ചുണ്ട്. ഈ ധാരണകളുമായിട്ടാണ് നാം ജീവിക്കുന്നത്. പക്ഷേ നാം കാണുന്നത് വ്യത്യസ്തമാണ് ആളുകളുടെ ധാരണകൾ. ചിലപ്പോൾ അറിയത്തില്ല, ഇതിന് മാത്രം കരയാനുള്ളത്, ഇതിന് മാത്രം പെണുങ്ങാൻ എന്നാ, ഇത്രയും സന്തോഷിക്കാൻ എന്നാ, ഇതുപോലെ അങ്ങ് പിരിയാനും മാത്രം എന്നാ ഉണ്ടായി എന്ന് പറയുമ്പോൾ കരയുന്ന ആൾ, സന്തോഷിക്കുന്ന ആൾ, പിരിഞ്ഞുപോയ ആളെ സംബന്ധിച്ചോളം കാരണങ്ങളുണ്ട്. ഐ ഹാവ് റീസൺ. നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാകില്ല. അപ്പം പറയുന്ന ആളും അനുഭവിക്കുന്ന ആളും രണ്ടും രണ്ട് തലത്തിലാണ്. അവരുടെ ചിന്ത, അവരുടെ വികാരം എല്ലാം വ്യത്യസ്തമാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെയുള്ള ഈ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന് പറയുന്ന പോലെ മറ്റൊരു ഇല്യൂഷനിലാണ് നമ്മളെല്ലാവരും. നമുക്ക് പറയാം എന്താ, പെർസ്പെക്റ്റീവ് ഇല്യൂഷൻ. നമ്മുടെ ചിന്താഗതി, കാഴ്ചപ്പാട്, നമ്മുടെ മനോവീക്ഷണം, ഇതും ഒരു ഇല്യൂഷനാണ്, അതും ഒരു മിഥ്യയാണ്. നമ്മൾ ശരിയെന്ന് വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ശരിയൊന്നുമല്ല. ഇതെല്ലാം ഒരു ഇല്യൂഷൻ പോലെ ഓരോരുത്തരും കൊണ്ടു നടക്കുന്ന അനേക ധാരണകളുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ, വിലയിരുത്തുന്ന പോലെ കാര്യങ്ങളെല്ലാം അങ്ങനെയല്ല. അങ്ങനെയായിരുന്നെങ്കിൽ എല്ലാവരും ഒരുപോലെ ആകുമായിരുന്നു. പക്ഷേ ആളുകളെല്ലാം എത്രയോ വ്യത്യസ്തരായിരിക്കുന്നു. എല്ലാവരും അവരവരുടെ നിലയിൽ ഉറച്ച് ബോധ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. 73-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിലേക്കൊന്ന് വരാമോ? ഞാൻ ഇടവിടാതെ ബാധിതനായിരുന്നു, ഉഷസ് തോറും ദണ്ഡിക്കപ്പെട്ടുമിരുന്നു. ഇത് ആസാഫിൻ്റെ സങ്കീർത്തനമാണ്. ഈ ആസാഫിൻ്റെ ഒരു പ്രത്യേക മാനസിക നിലയാണ് ഇപ്പോൾ ഈ പറയുന്നത്. ആസാഫ് ദാവീദിൻ്റെ കാലത്തും ശലോമോൻ്റെ കാലത്തും ഇസ്രായേലിലെ സംഗീത പ്രമാണിയായിരുന്നു, ക്വയർ ലീഡറായിരുന്നു. ശലോമോൻ്റെ ദേവാലയത്തിൽ ക്വയർ ലീഡ് ചെയ്തിരുന്ന ആളാണ് ആസാഫ്. വളരെ ഭക്തനായിരുന്ന മനുഷ്യനായിരുന്നു. ഒരു 12 സങ്കീർത്തനമെങ്കിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വെരി ഗോഡ്ലി, വളരെ ഭക്തനായിരിക്കുന്നൊരു മനുഷ്യൻ. പക്ഷേ ഈ ഭക്തൻ്റെ കാര്യം
നമ്മളിപ്പോൾ ഈ ഭക്തൻ്റെ ഒരു അനുഭവം 73-ാം സങ്കീർത്തനം ആസാഫിൻ്റെ സങ്കീർത്തനമാണ്. തൻ്റെ ഒരു സ്വന്തം ജീവിതാനുഭവമാണ് ഈ പറഞ്ഞു വരുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നതുണ്ടോ മുഴുവൻ അതിനകത്ത് ഒരു ആശ്വാസം ഒരു ഇടയില്ലാത്ത രീതിയിൽ രാവിലെ തോറും ദണ്ഡിക്കപ്പെട്ട ഓൾ ഡേ ലോങ്, ദിനം മുഴുവൻ ആകെ കൂടി ദുരിതത്തിലായിരിക്കുന്നൊരു മനുഷ്യൻ, ദുഃഖത്തിലായിരിക്കുന്നൊരു മനുഷ്യൻ, കഷ്ടങ്ങളിൽ കൂടി തന്നെ പോകുന്നൊരു മനുഷ്യൻ, വലിയൊരു പ്രതിസന്ധിയുടെ നടുവിലായിരിക്കും. നമുക്കറിയത്തില്ല എന്താ ആസാഫിൻ്റെ പ്രതിസന്ധി, നമുക്കറിയില്ല. കൃഷിനാശമായിരുന്നോ, കുഞ്ഞുങ്ങൾക്ക് സുഖമില്ലായിരുന്നോ, വല്ല പ്രകൃതിക്ഷോഭമുണ്ടായോ, എന്തൊക്കെ സംഭവിച്ചു നമുക്കറിയത്തില്ല. ബട്ട് ഇത്രയും കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് വാസ് സോ ടെറബിൾ, വളരെ കഠിനമായിരുന്നു. ഇങ്ങനെ ഒരു വലിയ ദുഃഖത്തിൽ, ദുരിതത്തിൽ, പ്രയാസത്തിൽ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ ചില പ്രത്യേക ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ, ദുഃഖത്തിൽ തള്ളപ്പെടുന്ന അവസ്ഥയിലൊക്കെ അതുവരെ വരാത്ത ഒത്തിരി ചിന്തകൾ വരാറുണ്ട്. അതുവരെ ഇല്ലാത്ത ചില ചിന്തകൾ ആസാഫിനുണ്ടായി. ആകപ്പാടെ ക്ലേശം സഹിച്ചും ദുഃഖിച്ചും മരപ്രയാസപ്പെട്ടും ഒക്കെ പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വേറൊരു ചിന്ത അങ്ങോട്ട് വരാൻ തുടങ്ങി. എന്താ വരാൻ തുടങ്ങിയത്? ദൈവമില്ലാത്ത മനുഷ്യർ, പ്രാർത്ഥനയില്ലാത്തവർ, ദൈവബോധമില്ല, തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നവർ, അഹങ്കാരികളായിരിക്കുന്നവർ. 71-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 12 വാക്യങ്ങൾ വായിച്ചാൽ നമുക്കറിയാൻ പറ്റും. ആസാഫ് നോക്കിയപ്പം ഇതൊന്നും ഇല്ലാത്ത കുറേ മനുഷ്യർ, അവർക്ക് ഞാൻ അനുഭവിക്കുന്ന ദുരിതമൊന്നുമില്ല, ഞാൻ കടന്നു പോകുന്ന പ്രശ്നങ്ങളൊന്നും അവർക്കില്ല. അവർക്ക് സമ്പത്തുണ്ട്, അവർക്ക് ആരോഗ്യമുണ്ട്, അവർക്ക് ചുറ്റും എല്ലാവരും അവരെക്കുറിച്ച് ആളുകൾ പ്രശംസിച്ച് നല്ലതും പറയുന്നു. ജീവിതം വളരെ നന്നായിട്ട് പോകുന്നവരുടെയൊക്കെ ജീവിതം. അപ്പോൾ ഒരു ഭാഗത്ത് പുറത്തോട്ട് നോക്കി ചുറ്റുമുള്ള ലോകത്തെ നോക്കി, ഹൗ ബെറ്റർ ഈസ് ലൈഫ് ഹിയർ ആൻഡ് പീപ്പിൾ ആർ സോ പ്രോസ്പെറസ്. ആളുകളൊക്കെ ചിരിക്കുകയും അവരട്ടഹസിക്കുകയും ഉത്സവവും പെരുന്നാളുമായിട്ടൊക്കെ നടക്കുകയും കൊട്ടുംപാട്ടുമായിട്ടൊക്കെ നടക്കുകയും നല്ല ഗാനമൊക്കെ അടിച്ച് നല്ല തടിമാടന്മാരായിട്ട് അങ്ങനെ ജീവിക്കുന്നു. എല്ലാ സൗകര്യങ്ങളും അവർക്കുണ്ട്. എൻ്റെ കാര്യം തന്നെ നിന്ന് കോൺട്രാസ്റ്റ് ചെയ്യുക, അതിൻ്റെ വിരുദ്ധ ഭാഗത്ത് നോക്കണം. എൻ്റെ ഒരു കാര്യം അതെന്നാ, ഞാനീ ദൈവത്തെ സേവിക്കുന്നു, എൻ്റെ ഹൃദയം ശുദ്ധമായിട്ട്. 13-ാം വാക്യം ഒന്ന് വായിക്കാമോ? എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചത്, ഞാൻ എൻ്റെ ഹൃദയത്തെ പ്യുവറായിട്ട് സൂക്ഷിക്കുന്നതും, എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും, ഇൻ ഇന്നസെൻസ് ഐ വാഷ് മൈ ഹാൻഡ്സ്, എൻ്റെ കാര്യങ്ങൾ നിഷ്കളങ്കയിൽ ഞാൻ വ്യർത്ഥമത്രേ. അതാണ് ഇതിൻ്റെ ടെറിബിൾ കൺക്ലൂഷൻ. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? ഞാൻ എന്തിനാ ഇങ്ങനെ ദൈവത്തെ സേവിക്കുന്നത്? ഇതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ എൻ്റെ ജീവിതത്തിലെടുത്ത നിലപാടുകൾ, എന്നെ തന്നെ താഴ്ത്തിയ വിധങ്ങൾ, ദൈവനാമം നിമിത്തം ത്യജിച്ച കാര്യങ്ങൾ, കർത്താവിനെ മാനിച്ച അനവധി കാര്യങ്ങൾ, എനിക്ക് അവകാശമായി കിട്ടാവുന്നത് പലതും വേണ്ടാന്ന് വെച്ചത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ പോയ അനുഭവങ്ങൾ. വാട്ട് ഡസ് ഇറ്റ് ഓൾ മീൻ? ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഇതൊന്നും ഇല്ലാത്തൊരിതാ സുഖിച്ച് പൊളച്ച് നടക്കുന്നു, ഞാൻ വലിയ കഷ്ടതയിലുമായിരിക്കുന്നു. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ ജീവിതത്തെക്കുറിച്ച് തന്നെ, തൻ്റെ ജീവിതത്തിൻ്റെ മഹത്വം, ദൈവത്തിനായി ജീവിക്കുന്ന ജീവിതത്തിൻ്റെ മഹത്വം, ഇത് തന്നെ ചോദ്യം ചെയ്യുക. Let's say he came to a certain illusion of perspective. തൻ്റെ ജീവിത വീക്ഷണം സംബന്ധിച്ചുള്ള ഒരു പ്രത്യേക ബോധത്തിലേക്ക് വന്നു, മിഥ്യാബോധം. അതിനകത്തങ്ങ് പെട്ടു. ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ട് അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ നല്ലതൊന്നും മനസ്സിലേക്ക് വരത്തില്ലല്ലോ. ഇച്ചിങ്ങനെ ചില ഗെയിംസിലൊക്കെ ഫസ്റ്റ് ആകുന്നവർ, ഉദ്യോഗത്തിൽ ഏറ്റവും മുമ്പിൽ പോകുന്നവർ,
ജീവിതത്തിലെല്ലാം എല്ലാം സക്സസ്, എവറി സ്റ്റെപ്പ് ഈസ് സക്സസ്. എല്ലാം ഇങ്ങനെയുള്ളവരുടെ ഒരുപാട് കഥകൾ യൂട്യൂബിലും പുസ്തകങ്ങളിലും ഒക്കെ ധാരാളമുണ്ടല്ലോ. അവരുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, നത്തിങ് ഈസ് ഇംപോസിബിൾ, ഒന്നും അസാധ്യമല്ല. അവരുടെ വാക്കുകളിൽ വളരെ ക്രിയാത്മകയാണ്, വലിയ ധൈര്യമാണ്, വലിയ തൻ്റെ ഇടമാണ്. നത്തിങ് ഈസ് ഇംപോസിബിൾ, ഒന്നും അസാധ്യമായിരിക്കുന്നില്ല. ഇത് കേട്ടേച്ച് വേറെ ചില ആളുകളും നത്തിങ് ഈസ് ഇംപോസിബിൾ, ആളുകൾ മുമ്പിൽ ഇങ്ങനെ വേണം ഇങ്ങനെയൊരു, പക്ഷെ അവർ പിന്നീട് പലപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ ആളുകൾ കേൾക്കാറില്ല. അതൊന്നും യൂട്യൂബിലും പുസ്തകത്തിലും വരാറില്ല. സ്റ്റീവ് ജോബ്സ് മരിക്കുന്ന സമയത്ത് പറഞ്ഞ വാക്കുകൾ വളരെ കുറച്ചേ ആളുകളെ അറിഞ്ഞിട്ടുള്ളൂ. അല്ലാതെയുള്ള വലിയ മോട്ടിവേഷണൽ സ്പീച്ചസും വലിയ ഘനഗംഭീര്യമായിരിക്കുന്ന വലിയ പ്രസ്താവനകളും, നത്തിങ് ഈസ് ഇംപോസിബിൾ, യു ക്യാൻ മേക്ക് ഇറ്റ്, എവ്രിതിങ് ഈസ് പോസിബിൾ, ഇതെല്ലാത്തിൻ്റെ മുമ്പിൽ വലിയ ആരവമുണ്ട്. പക്ഷെങ്കിൽ ഓരോരുത്തൻ്റെ ബലഹീന സമയത്തിലും കഷ്ടതയുടെ സമയത്തും പറയുന്ന വാക്കുകൾ മറയപ്പെട്ടു പോകുന്നു. ദാറ്റ്സ് നെവർ ഹേർഡ്. പക്ഷേ അതുകൂടെ കേൾക്കാൻ കഴിഞ്ഞിരുന്നേ നമുക്ക് മനസ്സിലാകുമായിരുന്നു. ആ സമയത്ത് ഇവർ പറയുന്ന വാക്കുകളൂടെ ശ്രദ്ധിക്കണം. ജീവിതം ഇതിൻ്റെ നടുവിലാണ് ആളുകളുടെ പെർസ്പെക്റ്റീവ് മാറുന്നു. അതായത് സക്സസ്ഫുൾ ആയിരിക്കുന്ന, വിജയത്തിലായിരിക്കുമ്പോൾ ആളുകൾക്കുള്ളൊരു മനോനിലയുണ്ട്. പരാജയത്തിലും ദുഃഖത്തിലും ദുരിതത്തിലുമായിരിക്കുമ്പോൾ ആളുകൾക്കൊരു മനോനിലയുണ്ട്. പ്രയാസത്തിലായപ്പോൾ ഹല്ലേലൂയ പ്രൈസ് ലോർഡ്, ദൈവം എനിക്ക് ചെയ്ത കാര്യത്തിനെല്ലാം മുമ്പിൽ നിന്ന് കൊയർ ലീഡറായിരുന്ന ആളെ സമയത്തോളം വീട്ടിൽ വന്നപ്പം ഒരു ദിവസം മൂലയ്ക്കിരിക്കുന്ന കണ്ടപ്പോൾ ഇനിയൊരു സാക്ഷി പറഞ്ഞേ, എൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ, ഇതിൻ്റെയൊക്കെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. ദ കൺക്ലൂഷൻ പീപ്പിൾ ക്യാരി ഇൻ ദ ഹാർട്ട്. ഇവിടെ ഇരിക്കുന്ന പലർക്കും ആ ചിന്ത കാണുമായിരിക്കും. വൈ മീ ലോർഡ്, വൈ ഇറ്റ് ഈസ് സോ? എൻ്റെ ജീവിതത്തിലെ പരാജയം, ഈ ദുരിതം, ഈ നിലയിൽ തുടർന്ന് ഒരു തലയുയർത്താൻ കഴിയാതെ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? വൈ ലോർഡ്? ഇവിടെ ആസാഫിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം കൂടെ ഉണ്ടായി. ആസാഫ് പറഞ്ഞു, ഏതായാലും ഞാനിത് ആരോടും പറഞ്ഞില്ല. പറഞ്ഞെങ്കിൽ നിൻ്റെ അതെത്ര 15-ാം വാക്യത്തിലാണോ? ഞാൻ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ കൂടി ഇങ്ങനെ വന്നു. ചിലപ്പോൾ ഉണ്ടല്ലോ ഇതിങ്ങനെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെ ഇങ്ങനെ, പക്ഷേ ഇത് സംസാരിച്ചില്ല. ഞാൻ അങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ ഇതാ ഞാൻ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. ഇത് വലിയൊരു ദോഷം ചെയ്തില്ല. പലരും പിന്നെ ഹൃദയത്തിൽ വരുന്നതിൽ ഓടിയിടുന്ന് പറയുന്നുണ്ട്. എന്നാന്നറിയത്തില്ല കേട്ടോ, ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ടൊന്നും ഇതിൽ വലിയ കാര്യമുള്ളത് ചിലരോട് ഇത് പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ആസാഫ് ഏതായാലും അത്ര ഒരു വിവേകം കാണിച്ചു. മനസ്സിൽ വന്നതെല്ലാം നേരം കൊണ്ട് പറഞ്ഞില്ല, പക്ഷെ ഉള്ളിക്കൊണ്ട് നടന്നു. ലോർഡ്, ദിസ് ഈസ് നോട്ട് ക്വൈറ്റ് റൈറ്റ്. കർത്താവേ, ഇതെനിക്ക് മനസ്സിലാകാൻ പറ്റുന്നില്ല. വൈ മീ? ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതേതായാലും പറഞ്ഞില്ല. നമ്മുടെ ജീവിതത്തിലുമൊക്കെ, ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മളൊരു പ്രത്യേക നിലയിൽ ഒരു മനോവീക്ഷണം കൊണ്ട് നടക്കും. ആ മനോവീക്ഷണത്തിൻ്റെ മിഥ്യയിൽ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ആ ചിന്ത നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. എങ്ങനെയാണ് നമുക്ക് ഈ പെർസ്പെക്റ്റീവ് ഇല്യൂഷൻ, നമ്മുടെ ഓരോ മനോവീക്ഷണം അനുസരിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടാകുന്നു? നമുക്കൊക്കെയും ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന കാഴ്ചപ്പാടുകളുണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നമ്മൾ ഈ വചനമൊക്കെ ഇത്രയും കർത്താവ് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ വചനം കേട്ട ശേഷം കൈയൊക്കെ അടിച്ച് സന്തോഷിച്ചൊക്കെ ശേഷം ഒടുവിൽ ആളുകൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവരുടെ ചിന്താഗതി പഴയത് തന്നെയാണ്. ഈ കേട്ട വചനം അനുസരിച്ചല്ല ചിന്താഗതി പോകുന്നു. നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ വഴിയിൽ കടന്നു വന്ന അനുഭവങ്ങൾ, നമ്മുടെ കുട്ടിക്കാലത്ത് നാം വളർത്തപ്പെട്ട രീതികൾ, നമുക്ക് കിട്ടിയ സ്വാധീനങ്ങൾ, നമ്മുടെ ഉള്ളിൽ വന്ന മൂല്യങ്ങൾ, ഇതെല്ലാം ചേർത്ത് നമ്മളിൽ ഓരോരുത്തരിലുമുള്ള ഒരു ജീവിത വീക്ഷണമുണ്ട്. ഈ ജീവിത വീക്ഷണം അനുസരിച്ചാണ് നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ മനോഭാവങ്ങൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ, ആളുകളുള്ള ഇടപെടലുകൾ, മനോഭാവങ്ങൾ എല്ലാം ഈ ചിന്താഗതി മനോവീക്ഷണം അനുസരിച്ചാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് എല്ലാവർക്കും അവരുടെ ബോധ്യങ്ങളുമായിട്ടാണ് ജീവിക്കുന്നത്. അത് ഏത് സഭ മാറിപ്പോയില്ലായിരുന്നു, ആളുകൾക്ക് ബോധ്യങ്ങൾ മാറുന്നില്ല. ഇതൊരു സത്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട്. അതിന് ഒത്തിരി സഭ കൂടി നടന്നിട്ട് കാര്യമില്ല.
ഉപദേശം, പുതിയ പുതിയ ഉപദേശം കേട്ട് ആ ഉപദേശം തെറ്റാ, ശരിയായ ഉപദേശത്തിൽ വന്നുകൊണ്ടൊന്നും മനോഭാവങ്ങൾ മാറുന്നില്ല, ജീവിത വീക്ഷണം മാറുന്നില്ല. നമ്മൾ ഇതുമായിട്ട് എങ്ങനെ നടക്കുന്നു? നമ്മളെ സംബന്ധിച്ചുള്ള സത്യം ശരിയെന്ന് പറയുന്നത് നമ്മുടെ ജീവിത വീക്ഷണമാണ്. അതനുസരിച്ചാണ് നമ്മുടെ കാര്യങ്ങളും തീരുമാനങ്ങളും തിരഞ്ഞെടുപ്പുകളും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജീവിതവും ഡിസ്റ്റോർട്ടഡ് ആണ്. ജീവിതമെല്ലാം തലതിരിഞ്ഞതാണ്. ആർക്കും ജീവിതം അറിയത്തില്ല. ആരും ധൈര്യമായിട്ട് പറയരുത്, ഏതായാലും എനിക്കറിയാവുന്ന അത്ര വേഗത്തിൽ പറയരുത്. ജീവിതം അറിയത്തില്ല. ജീവിതത്തോടുള്ള സമീപനം തെറ്റാണ്, പ്രതികരണങ്ങൾ തെറ്റാണ്, ചിന്താഗതികൾ തെറ്റാണ്. അരഭ്രാന്തന്മാരെന്നെങ്കിലും എല്ലാവരും സമ്മതിക്കേണ്ട ആവശ്യമുണ്ട്. മുഴുഭ്രാന്ത് ആകുമ്പോഴാണ് ഈ തൊടലേലിടേണ്ടി വരുന്നത്. പക്ഷെങ്കിൽ അല്ലെങ്കിൽ ജീവിതം അറിയത്തില്ല. അതുകൊണ്ടല്ലേ വീട്ടിൽ ഭാര്യയും ഭർത്താവും എന്നുള്ള തർക്കത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? എനിക്ക് ഈ കാര്യം ഉറപ്പാണ്, എൻ്റെ ബോധ്യമാണിത്, ഐ നോ ഇറ്റ്. നിനക്ക് എന്നാ അറിയാം? നീ എന്നാ കണ്ടു? നിനക്ക് എന്തെങ്കിലും അറിയാമോ? എനിക്കറിയാം. അത് പൊളിറ്റിക്സിൽ, സമൂഹത്തിൽ, വീട്ടിൽ, എല്ലായിടത്തും എല്ലാവർക്കും അറിയാം. ഈ അറിവെല്ലാം കൂടെ കൂട്ടിമുട്ടുമ്പം വലിയ പ്രശ്നമാണ്. ഇതാണ് നമ്മുടെ ജീവിത വീക്ഷണത്തിൻ്റെ പ്രശ്നം. We are wrong in the way we see things. ജീവിതവും ലോകവും ലോകത്തിലുള്ളതിനെയും അതുമായിട്ട് ബന്ധപ്പെട്ട ജീവിതവും ആളുകൾ പറയത്തില്ലേ, കർത്താവേ നീ എനിക്ക് ഈ ഭാഗ്യാവസ്ഥയെല്ലാം തന്നല്ലോ, നീ എന്നെ ഇത്രമാത്രം അനുഗ്രഹിച്ചല്ലോ. ഇത് കഴിഞ്ഞ് ചെല്ലുമ്പോഴാ പുലിയായാലും മിടുക്കനോ കേട്ടോ, അവൻ രക്ഷപ്പെട്ടു പോയി. നമ്മുടെ ഒരു കാര്യം എന്ന് പറയാൻ, ജീവിത വീക്ഷണത്തിലിരിക്കുന്ന അവൻ രക്ഷപ്പെട്ടു. പുള്ളിക്കൊരു വീസ കിട്ടി, പുള്ളി ഓസ്ട്രേലിയ പോയി, പുള്ളി രക്ഷപ്പെട്ടു. നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്കൊരു മാറ്റവും ഇല്ല. ജീവിത വീക്ഷണം പുസ്തകത്തിൽ പറയുന്ന ഒന്ന്, നാം കൊണ്ടു നടക്കുന്ന മറ്റൊന്ന്. The truth, what we say as truth is what we have in the mind, in our perspective. നമ്മുടെ ചിന്താഗതികളിൽ നാം കൊണ്ടു നടക്കുന്ന കാര്യങ്ങളെ നാം വലിയ സത്യമായിട്ടാണ് കൊണ്ടു നടക്കുക. പുസ്തകത്തിലായി സത്യം ഇരിക്കും, കാര്യത്തോടെടുക്കുമ്പോൾ നമ്മുടെ സത്യം വേറെയാ. ഇത് പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ? എന്നോട് അങ്ങനെ ചെയ്യാമായിരുന്നോ? The life is different because what we carry in the mind is different. നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വീക്ഷണം തീർത്തും വ്യത്യസ്തമാണ്. We are wrong in our understanding and approach to life. ജീവിതത്തോടുള്ള നമ്മുടെ സമീപനത്തിലും കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിലും നാം തെറ്റിക്കിടക്കുകയാണ്. ഈ തെറ്റിലേക്ക് പോകുന്ന മനുഷ്യർക്കാണ്, അന്ധകാരത്തിലായിരിക്കുന്ന മനുഷ്യർക്കാണ്. നമ്മളെന്താ വായിക്കുന്നത്? അന്ധകാരത്തിൽ നിന്നും എങ്ങോട്ട് വിളിച്ചു എന്നാ പറയുന്നേ? എന്ത്? അന്ധകാരത്തിൽ നിന്നും തൻ്റെ മാർവലസ് ലൈറ്റ്, അത്ഭുത പ്രകാശത്തിലേക്ക്. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. എന്നെ ഈ അത്ഭുത പ്രകാശം, ഒത്തിരി അത്ഭുത പ്രകാശം വെടിക്കെട്ടിന് ആളുകൾ കാണാറുണ്ട്. ആ പ്രകാശത്തെക്കുറിച്ചാണോ ഈ പറയുന്നത്? I was in darkness. My whole way of thinking, my understanding of life, എൻ്റെ ജീവിതത്തിൻ്റെ ബോധം, എൻ്റെ ചിന്താഗതി, മനോഭാവം, ജീവിത വീക്ഷണം, പ്രതികരണം എല്ലാം ഇരുട്ടിലായിരുന്നു. God called me. ഇരുട്ടിൽ നിന്ന് ദൈവം എന്നെ വിളിച്ചു. എവിടേക്ക്? To his marvelous light, തൻ്റെ തന്നെ അത്ഭുത പ്രകാശത്തിലേക്ക്. Amen. Hallelujah. നിങ്ങൾ വീണ്ടും ജനിച്ചവരാണോ? ആണോ? വീണ്ടും ജനിച്ചു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകളിലൊന്ന് ഞാൻ നിങ്ങളോട് പറയാം. എന്താണ്? നിങ്ങൾക്ക് ആ വ്യത്യാസം കുറച്ചൊക്കെ അറിയാം. എന്നാ? ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള വ്യത്യാസം അറിയാമോ? Do you know the difference of darkness and light? നിങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ടും പ്രകാശവും തമ്മിലുള്ളൊരു ബോധം, തിരിച്ചറിവ് വന്നിരിക്കുന്നോ? ഈ വീണ്ടും ജനനത്തിൽ കൂടി നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കാര്യം ഇതല്ലേ? ഹാവ് കം ടു ഗോഡ്. ഞാൻ ദൈവത്തിലേക്ക് വന്നിരിക്കുന്നു. എന്താണത്? അത്ഭുത പ്രകാശത്തിലേക്ക്. ഐ സീ എവ്രിതിങ് ഡിഫറെന്റ്. എല്ലാം ഞാൻ വ്യത്യസ്തമായി കാണും. ജീവിതം വ്യത്യസ്തമായി കാണും.
ധനത്തെ ഞാൻ വ്യത്യസ്തമായി കാണുന്നു. എൻ്റെ വിലയിരുത്തലുകൾ വ്യത്യസ്തമായി തീർന്നിരിക്കുന്നു. എൻ്റെ ജീവിത മനോഭാവം വ്യത്യസ്തമായി തീർന്നിരിക്കുന്നു. എൻ്റെ തിരഞ്ഞെടുപ്പുകൾ വ്യത്യസ്തമായി തീർന്നിരിക്കുന്നു. ഞാൻ വിലമതിക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായി തീർന്നു. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. ദ തിങ്സ് ഐ ആം ജോയ്ഫുൾ, ഞാൻ സന്തോഷിക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായി തീർന്നിരിക്കുന്നു. എൻ്റെ ദുഃഖങ്ങൾ വ്യത്യസ്തമായി തീർന്നിരിക്കുന്നു. ഞാൻ മനുഷ്യനെ വ്യത്യസ്തനായി കാണും. പ്രൈസ് ദി ലോർഡ്. ഹായ്. അത്ഭുത പ്രകാശത്തിലേക്ക് ആസാഫ് ആകെ കൂടെ ഇരുട്ടിലേക്കൊരു സമയത്തേക്ക് വന്നു. ഒരു പിടികിട്ടാഴിക, ആകെപ്പാടെ എല്ലാം അടഞ്ഞു പോയിരിക്കുന്നു. അതിൻ്റെ നടുക്ക് 16-ാം വാക്യം നോക്കാമോ? ഞാൻ ഇത് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. അടുത്തത്, ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് ആസാഫ് ഇത് ഹൃദയത്തിൽ കുറെ കൊണ്ടു നടന്നു, ആരോടും പറയാതെ. ഒടുവിൽ രാത്രി കിടന്നതിനെ കുറിച്ച് ആലോചിക്കുക, പകലെല്ലാം ആലോചിക്കുക. വൈ? എനിക്കിത് മനസ്സിലാകുന്നില്ല. ഐ കാൻ റിസോൾവ് ഇറ്റ്. എനിക്കിത് പിടികിട്ടുന്നില്ല. കുറെ കൊണ്ടു നടന്നു. ഞാനൊരു കാര്യം പറയാം. തെറ്റായ ജീവിതബോധത്തിൽ, തെറ്റായ മനോവീക്ഷണത്തിൽ നടക്കുന്ന ഒരാൾക്ക് ജീവിതത്തെക്കുറിച്ച് വ്യക്തത കിട്ടത്തില്ല. ചിലർ പറയാറുണ്ട്, ഐ എം കൺഫ്യൂസ്ഡ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എനിക്ക് പിടികിട്ടുന്നില്ല. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. തെറ്റായ ജീവിത വീക്ഷണം, മനോവീക്ഷണം, അതുമായിട്ട് നടന്ന ശരിയായ കാര്യങ്ങളുടെ വ്യക്തത, ബോധ്യവും കിട്ടത്തില്ല. ഐ എം സോറി ടു സേ, ഒരുപാട് വിശ്വാസികളും ഇങ്ങനെ ഒരു കറക്കമാണ്. നമ്മൾ ഈ ഇടംകൈ വലംകൈ അറിയാത്തവരെന്നൊക്കെയുള്ള ചില പ്രസ്താവനകളൊക്കെ ഉണ്ട്. ഈ വിശ്വാസികൾ ഇടംകൈയും വലംകൈയും അറിയാത്തവരെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അങ്ങനെ ഉണ്ടോ? ചില പറയത്തില്ലേ, തിരിച്ചറിവില്ല. വൈ? ചിന്തിച്ചാൽ റിസോൾവ് ചെയ്യാനും കഴിയുന്നില്ല. പക്ഷെ ഇവിടെ ആസാഫ് ചെയ്തൊരു കാര്യം എന്താണ്? ഫൈനലി, ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ചെന്ന്. അങ്ങൊരു കാര്യം ആസാഫിൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല എങ്കിൽ എങ്ങനെ ഇരിക്കും? മരിക്കുന്നിടം വരെ ആസാഫിൻ്റെ പാട്ടൊക്കെ കേട്ടാൽ, ഭക്തിയൊക്കെ കേട്ടാൽ ഏതൊരാളെങ്കിലും ഈ ദൈവത്തെ എനിക്ക് വേണമെന്ന് പറയുമായിരുന്നു. നിങ്ങളുടെ കുടുംബജീവിതം കണ്ടേച്ച് ആർക്കെങ്കിലും തോന്നുമോ ഇതുപോലെ വേണം എനിക്കൊരു കുടുംബം? നിങ്ങളുടെ ജീവിതം കണ്ടേച്ച് ആർക്കെങ്കിലും തോന്നുമോ ഈ കർത്താവിനെ എനിക്ക് വേണം, ഇത് കൊള്ളാം? എന്താ കാര്യം? ഈ ദുരിതത്തിലാണ് തുടർന്ന്, ഈ കൺഫ്യൂഷനിലാണ് ജീവിതം പോകുന്നത്. പക്ഷേ ആസാഫിനെ സംബന്ധിച്ചുള്ള ഫൈനലി നാം കാണുന്നു, ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ മന്ദിരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. എന്താ അവിടുത്തെ വ്യത്യാസം? ദൈവത്തിൻ്റെ മന്ദിരത്തിൽ അപ്പോഴാണ് ആസാഫിനവിടെ ബോധമുണ്ടായത്. എന്താ അവിടെ പറയുന്നത്? അവരുടെ അന്തം എന്താകും? അവിടെ ചെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ കാര്യങ്ങളെ കാണാൻ തുടങ്ങിയപ്പോഴാണ് ഇവരുടെ ജീവിതം, അവർ കൊണ്ടു നടക്കുന്ന ജീവിതം, ഇതെവിടേക്കാ, ഇതിൻ്റെ ആകത്തുക എന്താണ്, അതിനെക്കുറിച്ചൊരു ഉൾക്കാഴ്ച തനിക്ക് കിട്ടി. ദൈവം തനിക്ക് തന്ന അനുഗ്രഹം, തനിക്ക് നൽകിയിരിക്കുന്ന ദൈവിക പദവി, ദൈവിക ബന്ധം, ആ ഹൃദയത്തിൽ കർത്താവ് തന്നിരിക്കുന്ന പ്രത്യാശ, ഈ കാര്യങ്ങളുടെ വ്യത്യാസം അവിടെ വെച്ച് മനസ്സിലാകാനായിട്ട് തുടങ്ങി. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ആർക്കും ജ്ഞാനിയാണെന്ന് തോന്നരുത്. വലിയ വീമ്പൊന്നും ആരും പറയരുത്. കേമനാണെന്ന് പറയരുത്. എല്ലാത്തിനും കയറി അഭിപ്രായം പറയരുത്. ഏതാണ്ട് അറിയാം എന്ന് കാണിക്കാൻ ചില എല്ലാത്തിനും കയറി അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കും. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ മിടുക്കനാണെന്ന് മറ്റുള്ളവർ ധരിക്കുമെന്നാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങളുടെ അബദ്ധം പലപ്പോഴും മറ്റുള്ളൊരാൾക്ക് കാണുമെന്ന് ഓർക്കണം. ലെറ്റ്സ് ലേൺ ടു ബി ലിറ്റിൽ മോർ. ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നപ്പോഴാണ് ആസാഫിന് സുബോധം ഉണ്ടായത്. എന്താ സുബോധം ഉണ്ടാകാൻ കാര്യം? ഗോഡ് ഈസ് ലൈറ്റ്. ദൈവം പ്രകാശമാണ്.
ദൈവത്തിൻ്റെ സന്നിധി അറിഞ്ഞുകൊണ്ടിരിക്കാത്തവരെ സംബന്ധിച്ചോളം നിങ്ങൾ ഓർക്കുക, അന്ധകാരത്തിൽ തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വന്നു എന്നും പറഞ്ഞ് നമുക്കിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം എന്നല്ലാതെ അത്ഭുത പ്രകാശത്തിലേക്ക് വരേണ്ട ഒരു പ്രക്രിയ നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കണം. ലേണിംഗ് ടു ഡ്രോ ടു ഗോഡ്, ദൈവസന്നിധിയിലേക്കും അവൻ്റെ വെളിച്ചത്തിലേക്കും അടുത്തു വരാനുള്ള ആത്മാവിനുള്ളൊരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കണം. അതുണ്ടാകുന്നില്ല പലരുടെയും ജീവിതത്തിൽ. പറഞ്ഞും വായിച്ചും പഠിച്ചും അങ്ങ് പോകുമ്പോൾ ഞാൻ പറയാം, നമ്മൾ എത്രമാത്രമൊക്കെ ബൈബിൾ സ്റ്റഡിയും ബൈബിളും ഒക്കെ വായിച്ചു പഠിച്ചു എന്ന് പറഞ്ഞാലും അങ്ങനെ മാത്രം വെളിച്ചം കിട്ടത്തില്ല. ദൈവത്തിൻ്റെ വെളിച്ചത്തിലാണ് വചനം പോലും നമുക്ക് വെളിച്ചമായി തീരേണ്ടത്. കർത്താവിൻ്റെ സന്നിധിയിലാണ് നമുക്ക് വചനം പോലും പൊരുള് തിരിഞ്ഞ് കിട്ടേണ്ടത്. നമ്മൾ സ്ഥിരം വായിച്ച് മനസ്സിലാകാത്ത കാര്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ പ്രകാശത്തിൽ അത് സജീവമായി പ്രകാശമായി നമുക്ക് കിട്ടുന്നു. ജീവിതം പഠിക്കേണ്ടത് അവിടെയാണ്, ദൈവവചനം അറിയേണ്ടത് അവിടെയാണ്, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാകേണ്ടത് അവിടെയാണ്. ജീവിതത്തിലെ വിലയിരുത്തൽ, മൂല്യങ്ങൾ എല്ലാം നമുക്ക് ഈ പ്രകാശത്തിലാണ് അറിയേണ്ടത്. ദൈവത്തെ അറിയാമോ? ദൈവത്തെ അറിയുന്ന ഒരാൾ പ്രകാശം അറിയും. ഇഫ് യു ഡോണ്ട് നോ ലൈറ്റ്, യു ഡോണ്ട് നോ ഗോഡ്. 1 യോഹന്നാൻ 1:5 നോക്കാമോ? ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളെ അറിയിക്കുന്ന മെസ്സേജ് ഇതാണ്. അതെന്തൊരു മെസ്സേജാണ്? ഒരു മെസ്സേജ് യോഹന്നാൻ പറയാണ്, ഒരു സന്ദേശം. എന്താ അത്? ഗോഡ് ഈസ് ലൈറ്റ്. അതാർക്കും അറിയാൻ വയ്യാത്തത്? അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഗോഡ് ഈസ് ലൈറ്റ് എന്ന് അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഇരിപ്പുണ്ടോ ഇവിടെ? എൻ്റെ വിചാരം നിങ്ങൾക്കൊക്കെ അറിയാം അത്. പക്ഷെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്, നോ ദാറ്റ് ഗോഡ് ഈസ് ലൈറ്റ്. ദൈവം വെളിച്ചമാണെന്ന് അറിയുവിൻ. എന്നിട്ട് എന്താ വായിക്കുന്നത്? അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. അവനിൽ ഇരുട്ടൊട്ടുമില്ല. വായിക്കാം. ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അടുത്ത വാക്യം. അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും. ദൈവം വെളിച്ചമാണ്, അവൻ ഇരുട്ടൊട്ടുമില്ല, ഞങ്ങൾക്ക് അവനോട് കൂട്ടായ്മയുണ്ട്. ഉണ്ടോ? നാം എന്താ വായിക്കുന്നത്? അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ. നടപ്പ് എവിടാ? ഇരുട്ടിൽ. എല്ലാവരും നടക്കുന്ന പോലെ നടക്കുന്നു, അന്ധതയിൽ നടക്കുന്നു. ജീവിതം എന്താണെന്ന് അറിയത്തില്ല, തിരഞ്ഞെടുപ്പ് എന്താണെന്ന് അറിയത്തില്ല, ജീവിതത്തിലെ മൂല്യം എന്താണെന്ന് അറിയത്തില്ല, ജീവിതത്തിലെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ, മുൻഗണനയുള്ള കാര്യങ്ങൾ, വിലമതിക്കേണ്ട കാര്യങ്ങൾ, അന്വേഷിക്കേണ്ട കാര്യങ്ങൾ, നിഷേധിക്കേണ്ട കാര്യങ്ങൾ, ജീവിതം ഫലമേൽപ്പിക്കേണ്ട കാര്യങ്ങൾ. വാട്ട് ഈസ് എ വർത്ത് ബിഫോർ ഗോഡ്? ദൈവത്തിന് മുമ്പാകെ യോഗ്യവും വിലപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സുബോധം ഉണ്ടെങ്കിലാണ് നമ്മൾ ആത്മീയരായിട്ട് തീർന്നുകൊണ്ടിരിക്കുന്നത്. ദൈവമക്കളെ, വി നീഡ് ലൈറ്റ്. നമുക്ക് വെളിച്ചം വേണം, നമുക്ക് വെളിച്ചം വേണം. നിങ്ങളെപ്പോഴെങ്കിലും, ഞാൻ പലപ്പോൾ പ്രാർത്ഥിക്കാറായിട്ടുള്ള ഒരു പദം, ഞാൻ ഒരു വാചകം ഞാൻ പറയാം. നാഥ, അവിടുത്തെ വെളിച്ചമില്ലെങ്കിൽ ഞാൻ അന്ധകാരത്തിലാണ്. അവിടുത്തെ ജ്ഞാനമില്ലെങ്കിൽ ഞാൻ ഭോഷനാണ്. Know that, pray that prayer. ഇതറിയുക. അവിടുത്തെ വെളിച്ചമില്ലെങ്കിൽ ഞാൻ ഇരുട്ടിലാണ്. എൻ്റെ PhD കൊണ്ട് പ്രയോജനമില്ല, എൻ്റെ വായനയും പഠനവും കൊണ്ട് പ്രയോജനമില്ല. ഇഫ് ഐ ഡോണ്ട് ഹാവ് ദ ലൈറ്റ് ഓഫ് ഗോഡ്, ഐ ആം ഇൻ ഡാർക്ക്നെസ്. വെളിച്ചമില്ലെങ്കിൽ ഇരുട്ടിലാണ്. ആൻഡ് ഇഫ് ഐ ഡോണ്ട് ഹാവ് ദ വിസ്ഡം ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വിവേകം എനിക്കില്ലെങ്കിൽ ഞാൻ ഭോഷത്വത്തിലാണ്. നമുക്കെന്ത് വേണം? ദൈവമക്കളെ, ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുന്ന പരിചയം വേണം. വി ബാഡ്ലി നീഡ് ദ ലൈറ്റ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പ്രകാശം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. നാം ഉൾപ്പെട്ടിരിക്കുന്ന ഈ ജീവിതം ദൈവം സ്വർഗത്തിൽ നിന്ന് പുത്രൻ മുഖാന്തരം കൊണ്ടുതന്ന ജീവിതമാണ്. God consigned to us through His Son this wonderful life. ഈ സ്വർഗീയ ഉന്നത ജീവിതം ദൈവം തൻ്റെ പുത്രൻ മുഖാന്തരം നമുക്ക് നൽകി തന്ന ജീവിതമാണ്.
അത് നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങളും നമ്മുടെ അനുഭവങ്ങളും നമുക്ക് ഉണ്ടായി വന്ന ചില കാര്യങ്ങളും നമ്മൾ പഠിച്ച കുറേ ധാരണകളും വായിച്ച കുറേ കാരണങ്ങളും കേട്ടറിഞ്ഞ കാര്യങ്ങളുമായിട്ടുള്ളൊരു ജീവിതം ചേർത്ത് യു കനോട്ട് റിസീവ് ഇറ്റ്. ആ ജീവിതം നമുക്ക് ആ നിലയിൽ സ്വായത്തമാക്കാൻ പറ്റത്തില്ല. ഗോഡ് ഹാസ് ടു ടെൽ us what salvation is. രക്ഷ എന്താണെന്ന് ദൈവം നമുക്ക് പറഞ്ഞു തരണം. നീ രക്ഷിക്കപ്പെടേണ്ട ആവശ്യം എന്താണെന്ന് ദൈവം നിനക്ക് പറഞ്ഞു തരണം. നിന്റെ പ്രശ്നം എന്താണെന്ന് ദൈവം നിനക്ക് പറഞ്ഞു തരണം. ഹല്ലേലൂയ. ദൈവം കൊണ്ടുവന്നിരിക്കുന്ന രക്ഷയുടെ മഹത്വം എന്താണെന്ന് ദൈവം തെളിയിച്ചു തരണം. ദൈവം തന്നിരിക്കുന്ന രക്ഷയുടെ മഹത്വം അത് സ്വീകരിക്കേണ്ടത് എന്താണ് ദൈവം പറഞ്ഞു തരണം. God has to tell me everything. I can know truth and reality only from God. ദൈവത്തിൽ നിന്ന് മാത്രമേ എനിക്ക് സത്യവും യാഥാർത്ഥ്യം സ്വായത്തമാക്കുവാനായിട്ട് കഴിയുള്ളൂ. Amen. Praise the Lord. He's that great giver. ആ വലിയ ദാതാവാണ്. But you need to learn to draw to him. അവൻ്റെ അടുത്തേക്ക് പോകുവാനുള്ളൊരു പരിചയം വേണം. പരിചയം വേണം. നമ്മുടെ ആത്മാവിൽ ദൈവത്തിനായിട്ട് കാത്തിരിക്കുന്നൊരു പരിചയം വേണം. ദൈവസന്നിധിയിൽ അനുഗ്രഹീതമായിരിക്കുന്ന സമയങ്ങളെ നാം വിലമതിക്കുന്നവരായി തീരണം. ഇഫ് യു ഡോണ്ട് ഹിയർ ഗോഡ്, വാട്ട് യു തിങ്ക് യു നോ. ദൈവത്തെ കേൾക്കാത്ത നിനക്ക് എന്തറിയാമെന്നാണ് നീ ധരിക്കുന്നത്. ഇഫ് യു ഡോണ്ട് ഹാവ് ദ ഇമ്പാക്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സ്വാധീനത്തിൻ്റെ പുറത്ത് നിൻ്റെ ജീവിതത്തിന് എന്ത് രൂപാന്തരം വരുവാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. We badly need his presence. അവൻ്റെ സന്നിധാനം നമുക്ക് എത്രയും ആവശ്യമാണ്. ആസാഫ് ഒടുവിൽ ദൈവത്തിൻ്റെ മന്ദിരത്തിലേക്ക് ചെന്നു. അവന് സുബോധമുണ്ടായി. അവൻ്റെ ജീവിതം അടുത്ത ടേൺ എടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. മെനി പീപ്പിൾ ഡു നോട്ട് ഹാവ് എ ടേൺ ഇൻ ലൈഫ്. ജീവിതത്തിന് അനേക വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ തിരിവുണ്ടാകുന്നില്ല. ബിക്കോസ് ദേ വെരി ഷുവർ ഇൻ ദ വേ ദേ ഗോ. അവർ നടക്കുന്ന മാർഗത്തിൽ അവർക്ക് നല്ല ഉറപ്പാണ്. And they're trying to refine themselves. തങ്ങൾ കേട്ടറിയുന്ന കാര്യങ്ങളാൽ ചില ക്രമീകരണങ്ങളൊക്കെ വരുത്താൻ. ഇങ്ങനെ പോരാന്ന് എനിക്കറിയാം, കുറച്ചുകൂടെ ഒന്ന് മാറണമെന്ന് എനിക്ക് ചിന്തയുണ്ട്. ക്രമീകരണങ്ങളല്ല നിനക്ക് വേണ്ടത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇറ്റ് ഹാസ് ടു കം ദേർ. ദൈവപ്രകാശത്തിൽ നമ്മുടെ ജീവിതമായിരിക്കുമ്പോൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന രക്ഷയെ നാം എത്രമാത്രം വിലമതിക്കും. നത്തിങ് മോർ ദാൻ ദിസ്. ഇതിലുപരി ജീവിതത്തിൽ എന്തെങ്കിലും അഭികാമ്യമാണോ സ്വീകരിക്കാനായിട്ടുണ്ടോ? നത്തിങ് മോർ ഗ്ലോറിയസ് ഇല്ല. അതുപോലെ തന്നെ ഒരു വലിയ പ്രശ്നമാണ് നമ്മളുടെയൊക്കെ. വി ഡോണ്ട് ഹാവ് സെൽഫ് നോളജ്. നമുക്ക് നമ്മളെ അറിയത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞ മിഥ്യയുണ്ടല്ലോ, അതിനകത്തുള്ള ആ മിഥ്യയിലുള്ളൊരു ധാരണയാണ്. നിങ്ങളൊന്നും വിചാരിക്കുന്ന ആളൊന്നുമല്ല. നിങ്ങൾക്കൊന്നും എന്നെ അറിയത്തില്ല, എനിക്ക് എന്നെ അറിയത്തുള്ളൂ. കുഞ്ഞെ, നിനക്ക് നിന്നെ അറിയത്തില്ല. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ച, ദൈവമേ എന്നെ ശോധന ചെയ്ത് സഷ്മി, എന്നെ ശോധന ചെയ്ത് എന്നെ അറിയണമേ. ദൈവത്തിന് മാത്രമേ കുഞ്ഞെ നിന്നെ അറിയത്തുള്ളൂ. നിൻ്റെ അഹംഭാവം നിനക്കറിയത്തില്ല. നിൻ്റെ പൊങ്ങച്ചം നിനക്കറിയത്തില്ല. നിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കള്ളം നിനക്കറിയത്തില്ല. പറയുന്ന കള്ളം മാത്രമേ എന്നെ അറിയത്തുള്ളൂ. അന്തർലീനമായി കിടക്കുന്ന നമുക്ക് ചെയ്യുന്ന ചില കാര്യങ്ങൾ തന്നെ അപ്പം തന്നെ കിട്ടുന്നില്ല. പിന്നീട് ചിലപ്പോൾ ഒരു ബോധം വന്നാൽ വരുന്നു. വാട്ട് വി ആർ, നമ്മുടെ മോട്ടീവ്സ്, നമ്മുടെ ഉദ്ദേശ ശുദ്ധി നമുക്കറിയത്തില്ല. ദൈവം വെളിപ്പെടുത്തിയാൽ മാത്രമേ നമുക്കറിയത്തുള്ളൂ. ഗോഡ്, ദൈവമേ എന്നെ ശോധന എന്നെ അറിയണം. ടെൽ മീ ലോർഡ്, എന്നോട് പറയണമേ, ഈസ് ദർ എനി ഹർട്ട്ഫുൾ വേയ്സ് ഇൻ മീ. വ്യസനത്തിലുള്ള എന്തെങ്കിലും എൻ്റെ കയ്യിലുണ്ടോ ഒന്ന് പറയണേ, ഒന്ന് പറഞ്ഞു തരണേ. ഐ എം സോ ഷുവർ അബൌട്ട് മീ. എന്നെ സംബന്ധിച്ച് ഞാൻ നല്ല നിശ്ചയത്തിലാണ്. നിങ്ങൾ പറയുന്ന ഉദ്ദേശങ്ങളൊന്നും എനിക്കില്ല. നിങ്ങൾ വിചാരിക്കുന്ന ആളൊന്നുമല്ല ഞാൻ. അല്ല, അതൊക്കെ എങ്ങനെ ആയിക്കോട്ടെ. ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്നു ശ്രദ്ധിക്കുന്നല്ല. കാരണം പലപ്പോഴും നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്ന കാര്യങ്ങൾ ശരിയല്ല, മറ്റു പലരും പറഞ്ഞു തരുന്നത് നല്ലതാണ്. പക്ഷേ ഏറ്റവും നല്ല കാര്യം ദൈവസന്നിധി നമുക്ക് പരിചയമുള്ളൊരിടമായി തീരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് പറയണം, താങ്ക് യു ഗോഡ്, യു നോ മൈ ഹാർട്ട്. എൻ്റെ ഹൃദയത്തെ അവിടുന്ന് അറിയുന്നതുകൊണ്ട് സ്തോത്രം. നമുക്ക് ആ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ കണ്ടാൽ മാത്രമേ സെൽഫ് നോളജ് ഉണ്ടാകത്തുള്ളൂ. നമ്മളെക്കുറിച്ച് തന്നെ നമുക്കൊരു തിരിച്ചറിവുണ്ടാകത്തുള്ളൂ.
കണ്ണാടി നോക്കാതെ നിങ്ങൾക്ക് മുഖം അറിയാമോ? ദൈവപ്രകാശത്തിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ അറിയുവാൻ കഴിയുള്ളൂ. 36-ാം സങ്കീർത്തനം 9-ാം വാക്യം വളരെ മനോഹരമായിരിക്കുന്നൊരു വാക്യമാണത്. വണ്ടർഫുൾ. ഞാൻ പലപ്പോഴും ആ വാക്യം എൻ്റെ ഹൃദയത്തിൽ ഞാൻ വളരെ എൻ്റെ ഉള്ളിൽ കൊണ്ടു നടന്നിട്ടുള്ളൊരു വാക്യമാണ്. യെസ്. നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ. നിന്റെ പക്കൽ, in your presence there is a fountain of life. ജീവന്റെ ഫൗണ്ടൻ നിന്റെ പക്കലുണ്ട്. വായിക്കാം. നിന്റെ പ്രകാശത്തിൽ, നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. in thy light, in thy light, in thy light. നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണും. I hope നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണും. ഓ ലൈറ്റ് ഷൈൻ ഓൺ മീ. നാഥ, എൻ്റെ മേൽ പ്രകാശിക്കണമേ. ഞാൻ എന്നെ ഒന്ന് കാണട്ടെ, ഞാൻ ജീവിതം ഒന്ന് കാണട്ടെ, എൻ്റെ ഉള്ളിലൊന്ന് കാണട്ടെ, നിൻ്റെ മഹത്വം ഒന്ന് കാണട്ടെ. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ നമ്മളെങ്ങനെ തിരിച്ചറിയാനായിട്ട് കഴിയുന്നു? ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ വരുമ്പോൾ ഉള്ള കൺഫ്യൂഷൻ. വൈ ഞാൻ എന്നോടൊരു കാര്യം പറയാം. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലെല്ലാം ഓരോ ജീവിത സാഹചര്യത്തിലുള്ള പൊരുള് ദൈവത്തിൻ്റെ പ്രകാശനത്തിൽ നമുക്ക് കാണാൻ കഴിയും. വൈ ഡിഡ് ഐ ഫെയിൽ? ഞാനിവിടെ എന്തുകൊണ്ട് പരാജയപ്പെട്ടു പോയി? എനിക്കിവിടെ എന്തുകൊണ്ട് കൃപ ലഭിച്ചില്ല? ഇവിടെ എന്തുകൊണ്ട് എനിക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല? ഇവിടെ എന്തുകൊണ്ട് എനിക്ക് പൊട്ടിത്തെറിക്കേണ്ടതായിട്ട് വന്നു? ഞാൻ അവരുടെ എന്തുകൊണ്ടാണ് ഭോഷത്വമായിട്ട് പെരുമാറിയത്? വൈ ഐ മെയ്ഡ് ദിസ് റോങ് ചോയ്സ്? ഈ തെറ്റായ തീരുമാനം എന്തുകൊണ്ടാണ്? ഡോണ്ട് ജസ്റ്റ് ലീവ് ഇറ്റ്. അങ്ങനെ അങ്ങ് പോകാതെ ഇരിക്കുക. നീ ഒന്നും പഠിക്കാതെ മരമണ്ണനായിട്ട് ഇങ്ങനെ സഭായവും കൂടി പോകും. ജ്ഞാനിയാകണമോ വിവേകിയാകണമോ ദൈവ വെളിച്ചത്തിൽ വരണം. അവൻ്റെ വെളിച്ചത്തിൽ ജീവിതത്തെ കാണണം. ഹാവ് മീനിങ് ഓഫ് ലൈഫ് സിറ്റുവേഷൻസ് ഇൻ ദ ലൈറ്റ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിത സാഹചര്യങ്ങൾക്ക് നമുക്ക് പ്രസക്തി ഉണ്ടാകണം. നമ്മുടെ നഷ്ടങ്ങൾക്ക് അർത്ഥമുണ്ട്, നമ്മുടെ കഷ്ടങ്ങൾക്ക് അർത്ഥമുണ്ട്, നമ്മുടെ തിരസ്കരണങ്ങൾക്ക് അർത്ഥമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന എല്ലാത്തിനും അർത്ഥമുണ്ട്. ഇതിൽ കൂടിയെല്ലാം ദൈവത്തിൻ്റെ വെളിച്ചം നമുക്ക് ഏറ്റവും അഭികാമ്യമായി തീരും. വി വിൽ ലവ് ലൈറ്റ്. വെളിച്ചത്തെ നാം സ്നേഹിക്കാൻ തുടങ്ങും. യോഹന്നാൻ 3:21 പറയുന്നത്, സത്യം പ്രവർത്തിക്കുന്നവനൊക്കെയും, ഹി ഹു പ്രാക്ടീസസ് ദ ട്രൂത്ത്, സത്യം പ്രവർത്തിക്കുന്നവനൊക്കെയും വെളിച്ചത്തിലേക്ക് വരുന്നു. സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കാൻ അത് വെളിപ്പെടേണ്ടത്. നോക്കണേ, സത്യമുണ്ടോ? സത്യത്തിൽ ജീവിക്കുവാൻ നീ മനസ്സ് വെച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതം സത്യത്തിൽ നടക്കണമോ? ലൈറ്റ് ഓഫ് ഗോഡ്, യു ലവ് ലൈറ്റ്. നീ സത്യത്തെ സ്നേഹിക്കുന്നു. നീ എന്ത് ചെയ്യുന്നു? സത്യത്തിലേക്ക് വരുന്നു. God is light, in him there is no darkness. ദൈവം പ്രകാശമാകുന്നു, അവനിലൊരു വെളിച്ചം, അവനിലൊരു ഇരുട്ടുമില്ല. നീ എന്തു ചെയ്യുന്നു? സത്യം സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു. പ്രൈസ് ലോർഡ്. അങ്ങനെ സത്യത്തെ സ്നേഹിച്ച്, നമ്മുടെ ഒരു വലിയ പ്രശ്നം ഈ പറയുന്ന പോലെ എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. എനിക്ക് ദൈവത്തോട് ആ രീതിയിലുള്ളൊരു ആഭിമുഖ്യം ഉണ്ടാകുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാൻ കഴിയുന്നില്ല. എനിക്കങ്ങൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നില്ല. ഞാൻ പറയാം, ഈ കാര്യം നിങ്ങൾ ചെയ്യുക. ലവ് ലൈറ്റ്, സത്യത്തെ സ്നേഹിക്കുക, വെളിച്ചത്തെ സ്നേഹിക്കുക. ദൈവസന്നിധിയിലാണ് വെളിച്ചം ഇരിക്കുന്നത്. ലേൺ ടു ഡ്രോ ഫോർ ലൈറ്റ്. കുറേ കഴിയുമ്പം വെളിച്ചം മാത്രമല്ല, ദൈവം തന്നെ ഏറ്റവും പ്രിയങ്കരമായി നിനക്ക് തീരും. God becomes so precious to you. ദൈവം തന്നെ നിനക്ക് ഏറ്റവും പ്രിയങ്കരമായി തീരും. ആസാഫിൻ്റെ സങ്കീർത്തനം ഒടുവിൽ അങ്ങനെ അവസാനിക്കുന്നത്. നോക്കണേ, ആസാഫ് ഭയങ്കര നീണ്ട 12 വാക്യത്തിൽ പരാതി പറഞ്ഞു, തൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു, ഈ കൺഫ്യൂഷനെ കുറിച്ച് എല്ലാം പറഞ്ഞോട് ദൈവസന്നിധിയിൽ ചെന്നു. തനിക്ക് പ്രകാശം കിട്ടി, സുബോധം കിട്ടി. ഒടുവിൽ എവിടെ അവസാനിക്കുന്നു? 24 തുടങ്ങിയുള്ള ഒരു വാക്യം വായിക്കാമോ? 71-24 തുടങ്ങി. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. ഓ നാഥ, പ്രൈസ് ലോർഡ്, ഐ എം സോ സെക്യൂർഡ്. എനിക്ക് ആശ്വാസമായി. നിന്റെ ആലോചനയാൽ, ബൈ ദൈ കൗൺസൽ യു വിൽ ലീഡ് മീ. ദൈവമക്കളെ,
ഈ നട്ടം തിരിയുന്ന ലോകത്തിൽ, ദിശാബോധമില്ലാത്ത ലോകത്തിൽ, ഭയാനകമായിരിക്കുന്ന ലോകത്തിൽ, അനിശ്ചിതമായിരിക്കുന്ന ലോകത്തിൽ, എവ്രിതിങ് ഈസ് ക്രംബ്ലിംഗ് ഹിയർ. എല്ലാം ഇവിടെ തകർന്നുകൊണ്ടിരിക്കുന്ന അടുക്ക് ഒരു ഭക്തൻ്റെ വലിയ ധൈര്യമാണ്. കം വാട്ട് മേ, എന്ത് സംഭവിച്ചാലും അതിന് നടുവിൽ കൂടി എനിക്കൊരു മാർഗമുണ്ട്. നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. വായിക്കാം. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. നിന്റെ ആലോചനയാൽ ഞാൻ നടത്തപ്പെടുമെന്ന് മാത്രമല്ല, അതിൻ്റെ കൂടെ എനിക്കൊരു ധൈര്യം കൂടിയുണ്ട്. ഞാൻ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും? ഞാൻ മഹത്വത്തിലേക്ക്. ഗ്ലോറി. ഇറ്റ്സ് നോട്ട് ഗ്ലോം വെയിറ്റിംഗ് ബിഫോർ മീ. എൻ്റെ മുമ്പിൽ മന്ദതയും മാന്യതയും ഇരുളും അനിശ്ചിതമല്ല കാത്തിരിക്കുന്നത്. എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് മഹത്വമാണ്. Why I'm led by the counsel of God. ദൈവത്തിൻ്റെ ആലോചനയാൽ നടത്തപ്പെടുന്ന ഒരാൾക്ക് മഹത്വം, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക്. വായിക്കാം. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? ഭൂമിയിലും നോക്കണേ, നിന്നെ അല്ലാതെ. വെളിച്ചത്തെ സ്നേഹിച്ചൊരു മനുഷ്യൻ, വെളിച്ചത്തിൽ ബോധം ലഭിച്ചൊരു മനുഷ്യൻ സ്വർഗത്തിൽ പോയാൽ എന്തുണ്ട്? സ്വർഗത്തിലെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ അയർലൻഡിൽ പോകുന്നതും ഓസ്ട്രേലിയയിൽ പോകുന്നതും പല സ്വപ്നത്തിൽ ആളുകളൊക്കെ ഇരിക്കുന്നു. എവിടെ പോയി, കാനഡയിൽ പോയാൽ രക്ഷപ്പെടാവും, എവിടെ പോയാൽ രക്ഷപ്പെടാമെന്നുള്ള. നിങ്ങളങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ദൈവം നിങ്ങളെങ്ങനെ നടത്തുന്നെങ്കിൽ പ്രൈസ് ലോർഡ്, വണ്ടർഫുൾ. നിങ്ങൾക്ക് തരുന്ന എല്ലാം നന്നതായിട്ട് തന്നെ തീരട്ടെ. യെസ്, ബട്ട് ലെറ്റ് യുവർ ഡ്രീം, നിൻ്റെ സ്വപ്നം. അതാ സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ. അവിടെ ചെന്നാലും ഞാൻ അന്വേഷിക്കുന്നത് നിന്നെയാണ്. ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? വെളിച്ചത്തെ സ്നേഹിക്കുക, ദൈവസന്നിധിയിൽ അടുത്ത് വരുവാൻ പരിചയിക്കുക. നിൻ്റെ അകത്തുനിന്ന് ഇടയ്ക്കിടയ്ക്ക് ആസാഫിൻ്റെ സങ്കീർത്തനം വരും. ലോർഡ്, സ്വർഗത്തിൽ എനിക്കാരുണ്ട്? ഈവൻ ഓൺ എർത്ത്, ഭൂമിയിലും നിന്നെയല്ലാതെ മറ്റൊന്നും ഞാൻ കാക്ഷിക്കുന്നില്ല. ഒടുവിലത് അവസാനിക്കുന്നത് ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ഇതാണ് എൻ്റെ ഗുണം. എൻ്റെ നന്മ എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തോട് അടുത്തിരിക്കുന്നത്. Let your hearts be open in this world of vanity and futility. നിരർത്ഥതയുടെ മായയുടെ ലോകത്തിൽ കണ്ണ് നഷ്ടപ്പെട്ടവർ, കാഴ്ച നഷ്ടപ്പെട്ടവർ, ഇരുട്ട് കയറിയിരിക്കുന്നവർ, വിശ്വാസ സമൂഹത്തെ പോലും കണ്ണം വെച്ച് പ്രസംഗത്തിൻ്റെ പേരിൽ, വിശ്വാസ പ്രഭാഷകരുടെ പേരിൽ പൈശാചിക വചനത്താൽ കണ്ണടപ്പിച്ചിരിക്കുന്ന വിശ്വാസ സമൂഹത്തിന് നടുവിൽ നിത്യതയെ തുറന്ന് കാണിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. The greater joy, the worth of life, ജീവിതത്തിൻ്റെ മഹത്വം, ആ മനോഹരമായിരിക്കുന്ന സന്തോഷം എല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇഫ് we saw that, നാം അത് കണ്ടിരുന്നെങ്കിൽ. ഇതെല്ലാം അങ്ങ് പോകും. ഈ തിളക്കമെല്ലാം അങ്ങ് പോകും. ഈ കാഴ്ചയെല്ലാം അങ്ങ് പോകും. അതിന് നടുവിൽ യേശു ക്രിസ്തു മുഖാന്തരമുള്ള നിത്യജീവനിലേക്കും ദൈവ വെളിച്ചത്തിലേക്കുമുള്ള മഹാവിളി നമുക്ക് ദൈവം നൽകിയിരിക്കുകയാണ്. ആമേൻ, ആമേൻ. ചുമ്മാതെ പ്രൈസ് ലോർഡ് എന്ന് പറയരുത്. പക്ഷെങ്കിൽ ദൈവം എനിക്ക് തന്നതിനായി, നിത്യജീവനായി, തൻ്റെ പുത്രനായി, നിത്യയുടെ പ്രകാശത്തിനായി, ദൈവിക കൂട്ടായ്മയ്ക്കായി, കർത്താവിൻ്റെ വെളിച്ചത്തിനായി, ഈ മഹത്വം എനിക്ക് നൽകിയതിനായി ഐ പ്രൈസ് ലോർഡ്. ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ആമേൻ. I call you to light. I call you to God. ഞാൻ വെളിച്ചത്തിലേക്ക് നിങ്ങളെ വിളിക്കുന്നു, ദൈവത്തിങ്കിലേക്ക് നിങ്ങളെ വിളിക്കുന്നു. ദൈവം നിങ്ങളെ അതിനായിട്ട് സഹായിക്കട്ടെ. ആമേൻ.